നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ എം കെ റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് നടപടി. റീ അറസ്റ്റ് എന്നത് ഒരു കേസിനെ സംബന്ധിച്ച്, കേസ് അന്വേഷണത്തെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് സാധാരണമായൊരു പ്രക്രിയയല്ല. അതാണ് ഇപ്പോൾ നിതിൻ രാജിന്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വീണ്ടും ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ തവണ അറസ്റ്റ് ചെയ്ത സമയത്ത് സുപ്രീം കോടതി നിഷ്കർഷിച്ച തരത്തിലുള്ള ആ ഒരു അറസ്റ്റ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ വലിയ വെല്ലുവിളിയായി വന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ എൻ കെ റാമിൻ്റെ അഭിഭാഷകർ കോടതിക്ക് മുൻപിലേക്ക് വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ അടക്കം നേരിട്ട് കോടതിയിലേക്ക് വിളിക്കുകയും കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന കാഴ്ചയുമാണ് നമ്മൾക്ക് കഴിഞ്ഞ മണിക്കൂറുകൾ കാണാൻ സാധിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെ ഇന്നത്തെ ദിവസത്തെ ആ ഒരു നടപടിക്രമങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസാണ്. സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെ നേരിട്ടൊക്കെ തന്നെ വലിയ പ്രക്ഷോഭങ്ങളടക്കം നമ്മൾ കണ്ട ഒരു കേസാണ്. അതോടൊപ്പം തന്നെ നിതിൻ രാജിൻ്റെ കുടുംബം പലതവണയായി അന്വേഷണം മന്ദഗതിയിൽ പോകുന്നതിൽ വലിയ വിമർശനം അടക്കം പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷമായിരിക്കുന്ന സമയത്ത് അവർ വലിയ രീതിയിലുള്ള സമര പോരാട്ടങ്ങളടക്കം മുന്നോട്ടേക്ക് വെച്ചിരുന്നതാണ്. എൻ കെ റാമിനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ കുരുക്ക് മുറുകുന്ന സൂചനകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കൃത്യമായ സാഹചര്യത്തിലടക്കം മുന്നോട്ടേക്ക് വെക്കുന്നു. സഹപാഠികളുടെ മൊഴികളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പശ്ചാത്തലമാക്കി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ തന്നെ റാമിനെ പൂട്ടാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ് അന്വേഷണ സംഘം എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഇനി കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതായുണ്ട്. ഇനി കൂടുതലായി ഇയാളെ ചോദ്യം ചെയ്യാൻ സമാനമായ അനുഭവം മറ്റേതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഇനിയൊരു വ്യക്തത വരേണ്ടതായുണ്ട്. വിനോദ് മൊറാഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.